മലടി കഴിച്ചിട്ട് പോ. വേണ്ട, ഞാൻ ക്യാൻറ്റീനിൽ കഴിച്ചോളാം. ആഹാ, എന്ത് സുന്ദരമായ ക്യാമ്പസ് അല്ലേടാ. നോക്ക്, സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ. ആഹാ, എന്താടി ഇത്? കർത്താവേ, അടിയോ, നല്ല കണി. നീ ഇതാരെ നോക്കണേ? അല്ല, നേരത്തെ കണ്ട മറ്റേ സമാധാനത്തിന്റെ വെള്ളരിപ്രാകൾ അത് അവിടെ തന്നെ ഉണ്ടോ നോക്കിയതാ. ഹാ, നല്ലതാ. പക്ഷേ അത് അപ്പോഴേ പാറിപ്പോയായിരുന്നു. എനിക്ക് അപ്പോഴേ തോന്നി അത് ഇരിക്കൂലെന്ന്. മൂന്നടക്ക്. എടാ അബി, ഞാനേ ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല. നീ ക്യാൻറ്റീനിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വാ. അതിനെന്താടി, നമുക്ക് ഒരുമിച്ച് പോവാല്ലോ. അത് പിന്നെ ഇനിയിപ്പോ അവിടം വരെ നടക്കണം, ക്യൂ നിക്കണം, പറയണം, വാങ്ങണം. മെനക്കേടാ. നീ പോയിട്ട് വാങ്ങിയാ പെട്ടെന്ന് കിട്ടുമല്ലോ. ചെല്ലു പ്ലീസ്. ഇങ്ങനൊരു അസത്ത്. എന്താ മോളുസേ, ഒറ്റയ്ക്കാണോ? അല്ലേട്ടാ, ഇത് കണ്ടില്ലേ, ഒരു 10 പേരും കൂടെ ഉണ്ട് കൂടെ. അതെന്തായാലും ചേട്ടന് ഇഷ്ടായി. എന്തായാലും ഒറ്റയ്ക്ക് നിന്ന് ക്ഷീണിക്കണ്ട, ചേട്ടൻ കമ്പനി തരാം. അയ്യോ, അത് ചേട്ടനൊരു ബുദ്ധിമുട്ടാവൂലേ? എന്ത് ബുദ്ധിമുട്ട്? മോളിങ്ങനെ ഒന്നും പറയില്ല കേട്ടോ. ആഹാ, പുതിയ വച്ചാ ചേട്ടനൊരു സമയം നോക്കട്ടെ. ചേട്ടാ, ചേട്ടന്റെ സമയം തീരെ ശരിയല്ല കേട്ടോ. അത് മോളുടെ തോന്നല, ചേട്ടൻ നോക്കട്ടെ. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so ഈശ്വര, രക്ഷപ്പെട്ടു. അടികൊണ്ടിപ്പോ മെഴുകിയാണ്. vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that, spitting slow, spitting fast. I could roast, I could gas, think I'm okay at last, but I don't know if that can erase. ഏതാണോ മസിലൻ? എനിക്ക് പണ്ടേ ഈ മസിലുള്ളവന്മാരെ ഇഷ്ടമല്ല. You're delirious, mysterious because you are behind. ഭാഗ്യം പോയി. അവനെങ്ങാനും അടിക്കാൻ വന്നായിരുന്നെങ്കിൽ. അമ്മേ, എന്റെ മച്ചി, എന്താടോ നീ ആയിരുന്നോ മനുഷ്യനെ പേടിപ്പിക്കാൻ? പറഞ്ഞിട്ട് വന്നോട്ടോ തെണ്ടി. അതിനിപ്പോ എന്തുണ്ടായേ? ആരവരൊക്കെ? ആ, തമ്പുരാൻ അറിയാം. അല്ല, ഇത് ചുറ്റല്ലേ, അതില് പോയ പോരെ? തൽക്കാലം തടി കേടാവാണ്ടിരിക്കാൻ ഒന്ന് ചുറ്റുന്നതാ നല്ലത്. എന്തായാലും വേഗം വാ, അവളുമാര് ക്ലാസ്സിലെത്തിന്നാ പറഞ്ഞേ. ഓ, ആണോ? അത് പതിവില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഫസ്റ്റ് ഡേ ആയോണ്ടായിരിക്കും. അയ്യോടാ, കൊറേ കഷ്ടപ്പെട്ട് കാണുമല്ലേ? എന്തിന്? അല്ല, നേരത്തെ വന്നിങ്ങനെ ബാക്കില് സീറ്റ് പിടിക്കാൻ. അല്ല, എങ്കിൽ വാ, നമുക്ക് മുന്നിൽ പോയിരിക്കാം. അയ്യോ വേണ്ടായേ, പതിവ് തെറ്റിക്കാൻ ഞാനില്ല. അത് പിന്നെ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ നമ്മൾ പാലിച്ചല്ലേ പറ്റൂ.
അവരിങ്ങോട്ട് വിളിക്കും. ആരെ? ചെല്ല് ചെല്ല് പെട്ടെന്ന്, അല്ല അവർ വേറെ എവിടെയെങ്കിലും പോയി. ആ നിക്ക്. കിടന്ന് കാറണ്ട, വിളിക്കാം. ഹേയ് ഇവിടെ. ഹായ്, ഐ എം ശ്രീലയ. ഇത് അഭിനവ്. ഹായ്, സ്വാതി. ജെനി. ഞാൻ കാശിനാഥ്. ഡാ, ഇവൻ വിക്കിന്ന് വിളിച്ചാൽ മതി. കൊരങ്ങ ഒരുമാതിരി മറ്റൊരു പരിപാടി കാണിക്കരുത് കേട്ടോ. അതിനിപ്പോ ഞാൻ എന്താ ചെയ്തേ? നീയല്ലേ അവരെ വിളിച്ച് അവിടെ ഇരുത്താൻ പറഞ്ഞത്, എന്നിട്ട് നീ ഒരുമാതിരി ജാടിച്ചിട്ട്. ഹെടി സ്വാതി, നീ ഒന്ന് അടങ്ങ്. ഞാൻ പിന്നെന്താ ചെയ്യണ്ടേ? നീയും കണ്ടതല്ലേ. ഒരു ചേതമില്ലാത്ത നമ്പർ അല്ലേടി ഈ ജാട. അങ്ങനെ എന്റെ ഗുരു പറഞ്ഞു തന്നേക്കുന്നേ. കുരുവോ? അതേത് കുരു? അറിയില്ല. ഇല്ല. അറിയില്ല നിങ്ങൾക്ക്? കിടന്ന് കളിക്കാതെ കാര്യം പറയടാ തേണ്ടി. മിസ്റ്റർ അലക്സ് ചാണ്ടിയെ നിങ്ങൾക്ക് അറിയില്ലേ? അലക്സ് ചാണ്ടി? അത് പിന്നെ ചിലപ്പോ 4 പേരുടെ മുമ്പിൽ പറയാൻ പറ്റുന്ന പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണമെന്നില്ല. എങ്കിൽ പിന്നെ പറയാൻ പറ്റുന്ന പേര് താങ്കളൊന്ന് പറഞ്ഞാലും. കുഞ്ഞു എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മുടെ കുറുക്കനെ കറക്കണ കിളിയല്ലേ? അത് തന്നെ. ഓ, എന്നാലും എന്റെ വിക്കി അത് ഇവിടെ ഇറക്കാൻ കാണിച്ച ചങ്കൂറ്റം. അതെ, എനിക്കൊരു ഡൗട്ട്. ഇതിപ്പോ എന്തിനാ ഇവിടെ ജാടിയിട്ട് നിന്നേ? ഓ, ഇങ്ങനൊരു ട്യൂബ് ലൈറ്റ്. അത് പിന്നെ എന്താന്ന് വെച്ചാ നിങ്ങളെല്ലാവരും അവള് മറന്നിരിക്കും. പക്ഷെ ഇതാ എന്നെ ഈ ജാടത്തിന്റെ അവൾ അങ്ങനെ മറക്കൂല. അഗൈൻ കോപ്പി പേസ്റ്റ്. ഇതെന്നെ സമ്മതിക്കണോടാ. എടോ കുഞ്ഞുഞ്ഞച്ചായന്റെ അനിയൻ കുഞ്ഞുണ്ണി, അതൊക്കെ പണ്ട് 90s. ഇത് 2K. അപ്പൊ ചീറ്റിയാ? ഏറെക്കുറെ. ഓ, ഈ ചായ ഞാൻ അപ്പോഴേ അങ്ങേരോട് പറഞ്ഞതാ അപ്ഡേറ്റഡ് ആവണമെന്ന്. ഇതിപ്പോ എന്റെ ജീവിതം മിക്കവാറും നായനക്കും. ഫോടതുണ്ടി. നിന്നെ പോലുള്ള കുടുക്കത്ത് സിഗ്മ മെയിൽസിനൊന്നേ എന്നെ പോലുള്ള പാവങ്ങളുടെ രോദനം മനസ്സിലാവത്തില്ല. ഞാൻ വേറെ ഐഡിയ കണ്ടുപിടിച്ചോളാം. കുഞ്ഞുഞ്ഞ ചായം പോന്നെങ്കിൽ പോട്ടെ, ഞാൻ കമ്മല ചേട്ടത്തിനെ പിടിച്ചോളാം. എടാ പൊട്ടങ്ങണാപ്പോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് സിമ്പിൾ. വേണ്ട, സിഗ്മ മെയിൽ ഇങ്ങോട്ടിട്ട് ഐഡിയ ഉണ്ടാക്കണ്ട. പരീക്ഷണങ്ങളൊക്കെ സ്വന്തമായിട്ട് അങ്ങ് ചെയ്താൽ മതി കേട്ടാ. അയ്യടാ, നിനക്ക് വേണ്ടി ബലിയിടാവാൻ എനിക്ക് എന്താ തലയ്ക്ക് ഓളുണ്ടാവും. ഒന്ന് പോയടപ്പാ. നീയൊക്കെ നോക്കിക്കോടാ. നിന്റെയൊക്കെ കൺമുമ്പിൽ വെച്ച് തന്നെ ഞാൻ അവളുടെ കൈ പിടിച്ച് ഈ ക്യാമ്പസിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിപ്പാടി നടക്കും. നീയൊക്കെ അത് കാണും, നോക്കിക്കോ. എടാ, നീ ഇങ്ങനെ മുക്കറിയിടാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്തുണ്ടായേ? ഫസ്റ്റ് ഡേ അല്ലേ, ഒന്ന് പരിചയപ്പെടണം, അത്രയല്ലേ ഉള്ളൂ. സമയം കിടക്കുമല്ലേ, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ചാടുന്നേ? എടി സ്വാതി, നിനക്കും മനസ്സിലായില്ലേ? ഇത് സ്പാർക്കാടി, സ്പാർക്ക്. എനിക്ക് അവളോട് സ്പാർക്ക് അടിച്ചടി. ഞെട്ടിയില്ലേ? പിന്നെ കൂടെ ഞെട്ടാൻ ഞങ്ങക്ക് വട്ടൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ നീ ആയിച്ചാൻ അനിയൻ തന്നെ അല്ലേ? അത് തന്നെ. ഇതതുപോലല്ലടി, ആത്മാർത്ഥായിട്ടാ. എല്ലാ തവണ ഇത് തന്നെയാ പറയാറ്. ഇതാണ് ലാസ്റ്റ്, ഡെസ്റ്റിനി എന്നൊക്കെ. പിന്നെ എന്താന്നറിയില്ല, ആ ഡെസ്റ്റിനി അങ്ങ് പോവും. അല്ലടാ എടി, ഈ പെമ്പിള്ളേർക്ക് വിവരം വെക്കാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ. പുച്ഛം. അതെ, ക്യാൻറ്റീനിൽ നിന്ന് എന്റെ വക. സെറ്റ്. പക്ഷെ നിനക്കില്ല. പോടാ. അപ്പൊ പിന്നെ ഞങ്ങളങ്ങ് വിട്ടാലോ? ഓക്കെ സ്വാതി, അപ്പൊ നാളെ കാണാം. അല്ല മച്ചമാരെ, നിങ്ങളൊക്കെ എവിടെ സ്റ്റേ? എടാ, അത് പിന്നെ നമ്മുടെ ബോയ്സ് ഹോസ്റ്റലില് ഞാനും വിക്കിയും പിന്നെ വേറൊരുത്തനും കൂടെ ഉണ്ട്. അവനും കൂടെ വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ 3 പേരും കൂടെ റൂം ഷെയർ ചെയ്യും. അതാരാ മൂന്നാമൻ? ആക്ച്വലി ഞങ്ങൾ പരിചയപ്പെടുന്നത് ഇവിടെ അഡ്മിഷന്റെ ടൈമിലാണ്. അതിനുശേഷം ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ കോണ്ടാക്ട് ഉണ്ട്. അവന്റെ പനിയുണ്ടോന്നാ പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞാൽ വരുമായിരിക്കും.
ഓ അങ്ങനെ. എന്തായാലും പുള്ളി വരുമല്ലോ, കാണാം. അല്ല, ലയയുടെ വീട് ഇവിടെ തന്നെയാന്ന് പറഞ്ഞു. പക്ഷേ അബിയോ? ഓ, ഞങ്ങള് നൈബേഴ്സ് ആടാ. ആഹാ, അത് കൊള്ളാം. അപ്പൊ ശരി മക്കളെ, വിട്ടോ, നാളെ കാണാം. ഓക്കെ, ബൈ. എന്നാ ശരിയടാ, ഞങ്ങള് പോയിപ്പോ. ഓക്കെടാ വിക്കി, നാളെ കാണാം. ബൈ ലയ. ബൈ കാശി, സീ യു. ശരി ശരി, ചെല്ല്. ചീറ്റിപ്പോയല്ലേ? എടാ നീയൊക്കെ നോക്കിക്കോ, അവളല്ല അവളുടെ കുഴി കിടക്കണ അപ്പാപ്പനെ വരെ ഞാൻ വളച്ചൊടിച്ച് കുപ്പിയിലാക്കിയിരിക്കും. ഈ വിക്കിയാ പറയണ. ലയ, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നടന്നോ, ഞാനിത് ശരിയാക്കി അങ്ങ് പുറകെ എത്തിയേക്കാം. പക്ഷേ നീ ലേറ്റ് ആവില്ലല്ലോ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. ഇല്ലടി, ഞാൻ വേഗം എത്തിയേക്കാം. എന്തുവാടി? സോറി പ്ലീസ്, ഞാൻ അറിയാണ്ട്. രാവിലെ തന്നെ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങിയേക്കുവാണോ? അയ്യോ അല്ല, ഞാൻ അറിയാണ്ട് പെട്ടെന്ന് എനിക്ക് ബ്രേക്ക് കിട്ടിയില്ല, അതാ. സോറി. നഴ്സസ് ഹോമിൽ സോറി, നഴ്സസ് റൂമിൽ പോവാ. ഹേയ്, അതൊന്നും വേണ്ട, താൻ പൊക്കോ, ഇത് കുഴപ്പമില്ല. ആരും പറഞ്ഞു കുഴപ്പമില്ലെന്ന്? കണ്ടില്ലേ, ബ്ലീഡിംഗ് ഉണ്ട്. ഒരു കാര്യം ചെയ്യ്, താൻ ഇവിടെ ഇരിക്കും, ഞാൻ പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തിട്ട് വരാം. തീർന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് സോറി ഫോർ ദി ട്രബിൾ. ഹേയ്, ഞാനല്ലേ സോറി പറയണ്ടേ? ഐ എം റിയലി സോറി. ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. ഏയ്, അത് സാരമില്ലടോ, വിട്ടേക്ക്, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ലോ. എനിവേ, താങ്ക് യു വൺസ് അഗൈൻ. ഫ്രണ്ട്സ്, ഹായ്, ഐ എം രോഹിത്. നൈസ് ടു മീറ്റ് യു രോഹിത്. ഞാൻ ലയ. നിങ്ങൾ എന്താ ലേറ്റ് ആയേ? അത് ഞാൻ വർക്ക്ഷോപ്പിൽ പോയതാ. ഓ, ഹായ്, ഇതാണോ ആ മൂന്നാമൻ? ആടാ, രോഹിത്. ഹായ്. ലയ, നിങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ. പെട്ടു നേരത്തെ പെട്ടു, പക്ഷേ ഈ ക്ലാസ്സിലാണ് അറിയില്ലായിരുന്നു. ഹോ, നിങ്ങള് പെട്ടോ? അയ്യോ, അറിഞ്ഞുകൊണ്ട് പെട്ടതല്ല, പെട്ടു പോയതാ. ഓ അങ്ങനെ. ലയ, അത് പിന്നെ എടാ പറ്റിപ്പോയി, അറിഞ്ഞോണ്ടല്ലോ. അതെ, അറിഞ്ഞോണ്ടല്ല, പക്ഷെ മനഃപൂർവം. അറ്റംപ്റ്റ് ടു മർഡർ. പോടാ ചുമ്മാ. നീ പൊടി വാൽമാക്രി. അതെ, കുറച്ച് ജാട എടുക്കട്ടെ വിക്കി ചേട്ടാ, ഒന്ന് വീതം 3 നേരം. അതെ, ചെറിയൊരു കൈവതം പറ്റിയതാ, നാറ്റിക്കരുത് പ്ലീസ്. അത് ഈ കയ്യിൽ ഭദ്രം, ഡോണ്ട് വറി. സബാഷ്. സോ ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആയ സ്ഥിതിക്ക് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യാം. ഓക്കെ മാം? അഞ്ജലി ആൻഡ് സോന. ഞാനില്ലേ? എങ്കിൽ ഞാനും രോഹിതും.
എനിക്കറിയില്ല. അല്ലടാ, അവൻ്റെത് അങ്ങനെ അല്ല. വിശ്വസിക്കടാ. വിക്കി എങ്കിൽ ഞാനും നീയും പേരായല്ലോ. ഇനിയിപ്പോ ആരായാലെന്താ, പോണ്ടവര് പോയില്ലേ. വാടാ, നമുക്കൊരു ടീമാവാം. എടാ അത് പിന്നെ ഞാനും സ്വാധീനം. യു ടു ബ്രൂട്ടസ്. അപ്പോ വേണ്ട, ആർക്കും വേണ്ട. പിന്നെന്തിനാ മുത്തേ ചേട്ടൻ? നിനക്കും ആരും കിട്ടിയില്ല അല്ലേ? ആരോടും പറയണ്ട. നോ, നെവർ. ഉണ്ടടാ, ഉണ്ട്. കണ്ണ് തുറന്ന് നോക്ക്, എനിക്കുണ്ട്. ലവ് യു മുത്തേ. എന്ത് വെറുപ്പിക്കലാടാ. ശരി. അതെ, അങ്ങോട്ട് നോക്കൂ. മുറ്റത്തൊരു മൈന. അത് അമ്പിയല്ലേ? ഡാ ചില്ല ചില്ല, വേഗം ചില്ല. എടാ നീയൊക്കെ ഒന്ന് എത്തിത്തില്ലേ? ചോദിക്കാനുണ്ടോ, എത്തിയിരിക്കും. ആഹാ, ആരൊക്കെയാ ഇത്? കേറി വാ മക്കളെ, അവിടെ ഇരുന്ന് ബോറടിച്ച് കാണുമല്ലേ? ആന്റി, ഹബീനെയാണെന്ന് നേരെ ജോലി കാണാൻ കൂടി കിട്ടിയില്ല. അത് പിന്നെ അങ്ങനല്ലേ, അവന്റെ ചേച്ചിയുടെ കല്യാണല്ലേ, അതിൻ്റെതായ തിരക്ക് കാണും. ലേ എന്തി ആന്റി? അവൾ അവിടെ മുകളിൽ കാണും, നിങ്ങൾ ചെല്ല്. പാട്ടൊക്കെ വെച്ച് മാഡം അടിച്ചു പൊളിക്കാ തോന്നണം. ലയ പൊളി. താങ്ക് യു. ലയ ഡാൻസർ ആണല്ലേ? ഹേയ്, അങ്ങനൊന്നുമില്ല, ചെറുതായിട്ട്. ഇതെന്താ ജാടക്കാരന്റെ കിളി പോയോ? അതെ, പറന്നുപോയി ഒരു 5 മിനിറ്റ് മുൻപ്. നിങ്ങൾ വാ, അമ്മ എന്തായാലും കുടിക്കാൻ എടുത്ത് കാണും. അതെ അതെ, അത് വളരെ നല്ലൊരു ഇതാണ്. നടക്കട കൊരങ്ങാ. കല്യാണ പെണ്ണിന് ഞാൻ ഇപ്പൊ തന്നെ നാത്തുവിനെ പരിചയപ്പെടുത്തട്ടെ. പരിചയപ്പെടുത്താൻ ഇങ്ങോട്ട് വാ. സാരില്ലാന്നേ, നാടൊക്കെ മാറും. ഞാനൊന്നും കണ്ടില്ലേ? ഞാനെല്ലാം കണ്ട്. ഞാൻ കുറച്ച്. എടാ അത് പിന്നെ ചുമ്മാ ഞങ്ങള് സംസാരിച്ചോണ്ട് നിന്നതാ. അത് നേരത്തെ മനസ്സിലായി. എടാ
എടാ അബി ഒന്നിങ്ങ് വന്നേ. ഭാഗ്യം വിളിച്ച്. എടാ അപ്പൊ ഞാൻ പോട്ടെ. ചെല്ല് ചെല്ല്. എടി സ്വാതി, ഇതൊക്കെ എപ്പോ? അതൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. അന്നത്തെ പ്രൊജക്റ്റ് അല്ലേ? ഈശോ, എന്നെ ഉടലോട് അങ്ങ് എടുത്തേക്കണേ. ആ എന്നെ എടാ എടാ നീ ക്യാരക്ടർ വിട്ടു പോകുന്നുണ്ട് ഏട്ടാ. എന്താന്ന്? എടാ നീ ക്യാരക്ടറിൽ നിന്ന് തെന്നി മാറുന്നു. നീ സിഗ്മയാണ് സിഗ്മ. നിനക്ക് ഇങ്ങനൊന്നും ചിന്തിച്ചൂടാ. സിഗ്മ ഇന്ന് ലീവാടാ, അതുകൊണ്ട് ഇന്ന് ചിന്തിക്കാം, ഇന്ന് കുഴപ്പമില്ല. പൊട്ടി. എടാ എടാ നീ ഒരു കാര്യം ആലോചിക്കണം. അവൾ എന്റെ പെണ്ണ. നീ ചുമ്മാ നിന്റെ പെങ്ങളാടാ അവള്. പെങ്ങള്. ഓ പിന്നെ നിങ്ങൾ തമ്മിൽ കമ്മിറ്റഡ് ആയിട്ടൊന്നുമില്ലല്ലോ. നിനക്ക് അവളുടെ ഒരു ക്രഷ് ഉണ്ട്, ശരിയാ? എന്ന് വെച്ച് നീ എന്താ ഉദ്ദേശിക്കുന്നെ? എടാ ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഒരു കുളത്തിൽ നിറയെ മീനുണ്ട്. അവിടെ ആരൊക്കെ വന്ന് ചൂണ്ടയിടും. ഏത് ചൂണ്ടയിലാണോ കുത്തണ അവന് മീൻ കിട്ടും. ഞാനൊന്ന് ചൂണ്ടിട്ട് നോക്കട്ടെടാ, ചിലപ്പോ കുത്തിയാലോ. ഓ, കൂടെ നടന്ന് പാര വെക്കുമായിരുന്നല്ലേടാ തെണ്ടി. അത് പിന്നെ നിന്റെ അടുത്ത് അവൾ ഓക്കെ പറയാത്ത സ്ഥിതിക്ക് എന്റെ റൂട്ട് ക്ലിയറാ. അത് പിന്നെ അവൾ എൻ്റെ അടുത്ത് ഓക്കെ പറഞ്ഞിട്ടില്ല. അതൊക്കെ ശരിയാ എന്നും പറഞ്ഞ് അവളെ ഞാൻ ആദ്യം കണ്ടത്. ആദ്യം കണ്ടത് നീയാണെങ്കിലും അവൾ എൻ്റെ കവിളില പിടിച്ചേ. അത് അവക്കെന്നോട് എന്തോ ഇല്ലേ, അതല്ലേ? എടാ എടാ എനിക്കില്ലടാ എൻ്റെതായിട്ടുള്ള അപ്പൊ ഇന്ന് മുതൽ ഓവർ ഡ്യൂട്ടി. ഞാൻ പണിയെടുത്തോളാം, സാരല്ല. ആവശ്യം എൻ്റെ ആയി പോയില്ലേ. എന്ന് വെച്ചാ ഇത്രയും നാളും കോഴീനെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇതിപ്പോ കോഴിക്കൂട്ടിലോട്ട് നോക്കിയിരിക്കണം, കുറുക്കനെ കൂടി നോക്കേണ്ട അവസ്ഥയല്ലേ. എപ്പോഴാ പിടി വീഴണേന്ന് പറയാൻ പറ്റില്ലല്ലോ. എടാ നമുക്കെന്താ ഒരു ബോർഡും കൂടെ വെച്ചാലോ? ബി അവെയർ ഓഫ് കുറുക്കൻസ്. ഹലോ, അതെ, ബഹുവചനം വേണ്ട, ഏകവചനം മതി കേട്ടാ. മച്ചാനെ അത് ഇങ്ങനെ ശരിയാവും? സത്യം പറഞ്ഞു കഴിഞ്ഞാ രണ്ടുപേരും കോഴിക്കോട്ടിലേക്ക് നോക്കിയിരിക്കുന്ന കുറുക്കന്മാരല്ലേ? അത് ഒരു പോയിന്റാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ തുല്യ ദുഃഖിതരാണ്. വാ നമുക്ക് അടുത്തത് പ്ലാൻ ചെയ്യാം. വാ. പോടോ, ഞാൻ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്തോളാം. നീ നീ പോയ അവൻ പ്ലാൻ ചെയ്യാൻ വന്നേക്കുന്നു. എടാ പൊട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സാറാമ്മ ടീച്ചറും മാർട്ടിൻ സാറും തമ്മില് എടാ വേണ്ടടാ നീ വെറുതെ ഈ അപവാദം പറയാണ്ട്. അല്ലടാ ഞാൻ കണ്ടതാ ഇന്ന് രാവിലെ വരാന്തേ വെച്ച്. അല്ല, അഭി അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഹായ് ശരി, ഇപ്പൊ നീയും അവന് വക്കാലത്തായോ? നിങ്ങളൊക്കെ ഡാ നീ എന്താ ആലോചിച്ച് നിക്കണേ? ഞാൻ അല്ലടാ, നമ്മളന്ന് അബിയുടെ ചേച്ചിയുടെ കല്യാണത്തിന് പോയപ്പോ ലേയുടെ വീട്ടിൽ പോയില്ലേ? ആ അതിന് അല്ല, ഇനിയിപ്പൊ അന്ന് അവളുടെ അമ്മയുടെ കാലി വീണ അനുഗ്രഹം വാങ്ങാത്തോണ്ടായിരിക്കും അവൾ എന്നെ മൈൻഡ് ചെയ്യാത്ത. എന്താടാ നീ എന്ത് ദുഷ്ടനാ? അവൾ നിന്റെ അടുത്ത് ഇഷ്ടാന്ന് പറയാത്തോണ്ട് നീ അവളുടെ അമ്മയ്ക്കൊക്കെ വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്ത് മോശാടാ. നീ ഇത്രത്തോളം അധപതിച്ചോ? അതെ അതെ, അത് ഭയങ്കര മോശമായി. എന്നാലും വിക്കി അത് വേണ്ടായിരുന്നു. ഒന്നുമില്ലേലും അവർ നമുക്കന്ന് നാരങ്ങ വെള്ളം കലക്കി തന്നില്ലടാ. അതെങ്കിലും ആലോചിക്കണ്ടടാ. നന്ദിയോടാ നീ ചെയ്തത്. എന്താടാ നിങ്ങൾക്കൊന്നും വയ്യേ? എടാ നീ തന്നെ ആലോചിച്ച് നോക്ക്. ഇക്കാര്യം ലയെങ്ങാനും പറഞ്ഞാ അവക്ക് സഹിക്കാൻ പറ്റുമോ? എടാ എന്താടാ നിങ്ങളൊക്കെ ഈ പറഞ്ഞു വരുന്നേ? എന്നാലും നീ ചെയ്തത് മോശമായി. എടാ ഞാൻ അങ്ങനെ ചെയ്യൂ? ഒന്നുമില്ലല്ലോ, അതെന്റെ ഭാവി അമ്മായിയമ്മയല്ലേ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ കാലി വീണ അനുഗ്രഹം മേടിക്കുന്ന കാര്യം. എന്റെ പൊന്നു വെക്കി, നീ ഒന്ന് ചുമ്മാ ഇരുന്നേ, അവന്മാരെ നിന്നെ. എടാ നീയൊക്കെ ഇപ്പൊ തന്നെ എന്റെ നെജത്ത് കയറി ഇരുന്ന് മദ്ദളം കൊട്ടണം കേട്ടോ. അത് പിന്നെ നിന്നതുപോലെ കാറ്റ് പോയ ബലൂൺ പോലെ കിട്ടണമെങ്കിൽ കുറച്ച് പാടാ. അപ്പൊ പിന്നെ കിട്ടുമ്പോ അങ്ങ് അറുന്നാദിക്കും അല്ലേ?
അത് പിന്നെ ചോദിക്കാനുണ്ടോടാ കുട്ട, ശീലതായി പോയില്ലേ. എങ്കിൽ പിന്നെ ചേട്ടന്മാരങ്ങ് അറിമാതിക്ക്, എപ്പോഴെങ്കിലും കിട്ടണ അവസരമല്ലേ, പാഴാക്കണ്ട. ഓ ആയിക്കോട്ടെ, സന്തോഷം. എടാ നമുക്കിന്ന് ഈവനിങ് ഒന്ന് പുറത്തു പോയാലോ, എല്ലാവർക്കും കൂടെ? ആ പോവാം, ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? ആ ഞാനൊക്കെ. ഞങ്ങൾ നോക്കിയാ എങ്കിൽ ശരി, ഇന്ന് ഈവനിങ് ഫിക്സ്. അല്ല ലയം വരുമോ? മിണ്ടാണ്ടിരിക്കും, അവള് വരുന്നു. ഗൈസ്, അപ്പോ ആർട്സ് ക്ലബ്ബ് ഫിക്സ് ആയി കേട്ടോ. ഞാനാ സെക്രട്ടറി. ആഹാ, കൊള്ളാല മോളെ, പൊളിച്ച്. ഇനി ഒരു ഗായത്രി മാമിന് ഓരോ നിർബന്ധം, എനിക്ക് നോ പറയാൻ പറ്റിയില്ല, അതാ. അതേതായാലും നന്നായി. അയ്യോ മറന്നു, കാശി നീ ഈവനിങ് ഫ്രീ ആണോ? ഒരു 5 മണിയൊക്കെ ആകുമ്പോ. ആ ഈവനിങ് അല്ലേ, 5 മണി. അവന് വേറെ പ്രോഗ്രാം ഉണ്ട്. അയ്യോ, ആര് പറഞ്ഞു? എനിക്ക് വേറെ പ്രോഗ്രാം ഒന്നുമില്ല. അപ്പൊ നീ ശരിക്കും ഫ്രീയാ? മുട്ട ഫിക്സ്. എന്തിനാടാ മുട്ട? കൂടോത്രം. എന്ത്? അത് ഓംലേറ്റ് പുറത്തു പോകുമ്പോ ഓംലേറ്റ് വയ്ക്കുന്ന കാര്യം പറഞ്ഞതാ. ഓ ഞാൻ ഫ്രീയാ, 5 മണിക്ക് ഞാൻ ഫ്രീയാ, പക്ഷേ ഞാൻ 4 മണിക്കും ഫ്രീ ആട്ടോ. വേണ്ട 5 മണി ഓക്കെ. അപ്പോ നമ്മൾ രണ്ടുപേരും, വേറെ ആരും വേണ്ട. അപ്പൊ ശരി, ഞാൻ ഇപ്പൊ പോവാ, ഞാൻ നിന്നെ വിളിക്കാം. ഓക്കെ? ഓക്കെ, ശരി നീ വിളിക്ക്. കണ്ടില്ലേ, ചൂണ്ടയില് കൊത്തി തുടങ്ങി. ആ ചൂണ്ട ഞാൻ ഓടിക്കോടാ, നീ നോക്കിക്കോ. പിന്നെ നടക്കണ കാര്യം വല്ലതും പറ. നിങ്ങൾ വാടാ. എടാ നീ ഇതെങ്ങോട്ടാ? ഇതുവഴി. ഞാൻ ഈ വഴിയാ, നിങ്ങൾ വിട്ടോ, ഞാൻ വന്നോളാം. ഇവനിതെന്താ പറ്റി? ഹലോ ഹിച്ചായ. നീ എന്താടാ ഈ നേരത്ത്? അത് പിന്നെ ഒരു സീനുണ്ട്. സുഖമില്ലേ നിനക്ക്? ഓ വലിയ സുഖമൊന്നുമില്ല. എന്താടാ നിന്റെ കിഡ്നി വല്ലതും അടിച്ചു പോയാ? ഇച്ചായ അതൊന്നും അല്ല, അതൊക്കെ ചെറുത്. പിന്നെന്താ? ഇച്ചായ എന്താടാ? ഇച്ചായ എനിക്കൊന്ന് പൊട്ടിക്കരയണം. എന്താടാ? എനിക്ക് സഹിക്കാൻ പറ്റണില്ല. കിടന്ന് പട്ടി മോണ പോലെ മോങ്ങാണ്ട് കാര്യം പറയടാ തെണ്ടി. അവനെ മിക്കവാറും ഞാൻ വല്ല എലി വശവും കൊടുത്ത് കൊല്ലും, നോക്കിക്കോ. ആര്? ആ കാശിയെ. അങ്ങനെന്നുണ്ടെങ്കിൽ നീ വല്ല സൈനൈഡ് കൊടുക്ക്, ചിലപ്പോ നടന്നേക്കും. ഈ എലി വിഷത്തിലൊന്നും പണ്ടത്തെ പോലെ പവർ ഇല്ലാന്നേ. ഹിച്ചായ നിങ്ങൾ ഇതെന്തായി പറയുന്നേ? ഞാൻ ജയിലിൽ പോയാ എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ പുറത്ത് നിങ്ങൾ വേണ്ടേ? അതിന് ഞാനാ നിനക്ക് ഐഡിയ തന്നേന്ന് നീ ഒറ്റത്തില്ലല്ലോ. ഞാൻ ആദ്യം പറയുന്നത് നിങ്ങളുടെ പേരായിരിക്കും. നീ എന്റെ അനിയൻ തന്നെ. നീ കാര്യം പറ, എന്താണ്ടായേ? അത് പിന്നെ അവള് മിക്കവാറും കാശിക്ക് സെറ്റ് ആവുന്നാ തോന്നുന്നേ. ഓ അത്രേ ഉള്ളോ? ഇച്ചായ അല്ലേലും കാശി പൊളിയല്ലേ, ഏത് പെൺപിള്ളേരെ അങ്ങനെ ഒരുത്തന്നെ വിട്ടുകളയുക? നീ ആദ്യം ജാലിയിട്ട് നിന്നു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാ അവള് കൈ വിട്ടു പോയിന്ന്. അതെന്താ? എടാ അത് നിനക്ക് പെൺകുട്ടികളുടെ ഭൂമിശാസ്ത്രം അറിയാത്തോണ്ടാ. അതിന് പ്രത്യേക കോഴ്സ് ഒക്കെ ഉണ്ടോ? പിന്നെ നിനക്കിതൊന്നും അറിയില്ല അല്ലേ? അറ്റ് കുഞ്ഞൂൻ യൂണിവേഴ്സിറ്റി 1 year കോഴ്സാ. എങ്കിൽ പിന്നെ എനിക്കും വേണം അവിടെ ഒരു. നിങ്ങൾ ചിരിക്കാണ്ട് ഒരു വഴി പറഞ്ഞതാ. ഇതിലിപ്പോ എനിക്കൊന്നും ചെയ്യാനില്ല, വരുന്നത് നിന്റെ വിധി, അത്രേ ഉള്ളൂ. എടോ കോപ്പിലോ കുഞ്ഞൂഞ്ഞ്. എന്തോ എന്നെ വിളിക്കുന്നുണ്ട്, അപ്പോഴേ അനിയങ്ങോട്ടും ചെല്ല്, ഞാനേ ഭയങ്കര തിരക്കാ. വെച്ചോ. ദ്രോഹി. പിന്നെ എന്തേച്ച് ഇതിപ്പോ. ഓ കാമുകൻ കറക്കം കഴിഞ്ഞ് നേരത്തെ എത്തിയോ? അത് പിന്നെ ഞാൻ നേരത്തെ എത്തിയല്ലോ. ഈ പെൺകുട്ടികളൊക്കെ നേരത്തും കാലത്തും വീട്ടിൽ കയറണ്ടേ. യു നോ ഐ എം എ കെയറിംഗ് ഏട്ടായി. ഓ ദാറ്റ് 80s ഏട്ടായി അല്ലേ? സേഫ്റ്റി ഫസ്റ്റ് ബേബി. ഹൂവ് സേഫ്റ്റി. എടാ ശരിക്കും അവള് നിന്നെ പ്രപ്പോസ് ചെയ്തോ? നിനക്ക് എന്താടാ, അതൊന്നും ഒരിക്കലും നടക്കാൻ പോണില്ല. എങ്കി അങ്ങനെ ഒന്ന് നടന്നു. എന്നെ അവള് പ്രപ്പോസും ചെയ്തു. സത്യമാണോടാ? പിന്നെ അല്ലാണ്ട്. നമ്മുടെ ദിവാകരേട്ടൻ കടലിൽ ചാടാൻ നിൽക്കുന്ന സമയത്ത് എന്റെ കണ്ണി നോക്കി അവളത് പറഞ്ഞു. മോനെ ദിവാകരേട്ടൻ എന്തിനാ കടലിൽ ചാടാൻ നോക്കിയ? മണ്ടൻ, മലയാളം അറിയില്ല. ഏ ദിവാകരൻ മീൻസ് സൂര്യൻ,
സൂര്യൻ കടലിൽ ചാടാൻ നിൽക്കുന്ന സമയം മീൻസ് അസ്തമയം. മനസ്സിലായോ? ആ അങ്ങനെ അതെനിക്ക് അപ്പോഴേ തോന്നി. ഈവനിങ്, വൈകുന്നേരം അങ്ങനെ പറഞ്ഞാ പോരെ? ഇതിങ്ങനെ പറഞ്ഞാലേ പറ്റുമെങ്കിൽ കേക്ക്. ആ ശരി, പറ, ബാക്കി പറ. അങ്ങനെ വെയിറ്റ്, ക്യാരക്ടർ കിട്ടും. ഇതാണ് ഇടയ്ക്ക് കയറി പറഞ്ഞ ഫ്ലോ പോവും. ഇനി പറയരുത്, കേട്ടല്ലോ? ഇല്ലടാ, നീ ഒന്ന് പറയൂ. പറയാ നിക്ക്. അങ്ങനെ ആ അന്തിച്ചോപ്പിൽ വെച്ച് അവൾ ആദ്യമായി അവളുടെ ഹൃദയം എനിക്ക് കൈമാറി. എൻ്റെ കണ്ണിൽ നോക്കി അവൾ പറഞ്ഞു അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. ഓ പൊളിച്ച്. എന്നെ അല്ലാതെ മറ്റൊരാളെയും അവളുടെ കുട്ടികളുടെ അച്ഛനായി അവൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്ന് അവൾ തുറന്നു പറഞ്ഞു. ദുഷ്ട. അല്ല, ഞാനെന്ത് ദുഷ്ടനാന്ന് പറയുമായിരുന്നു? അത് ഇനി മുതൽ അവളെ നിന്റെ പെങ്ങള്, കേട്ടല്ലോ? പിന്നെ അതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിലും നിനക്കെന്താ ബുദ്ധിമുട്ട്? ഒന്നാമത്തെ കാര്യം, നീ പറഞ്ഞ കഥ എനിക്ക് ഇങ്ങോട്ട് വിശ്വാസമായില്ല. പിന്നെ അവളെ കണ്ട നാൾ മുതൽ അവളെ എൻ്റെ കുട്ടികളുടെ അമ്മ. അങ്ങനെ എത്ര പെട്ടെന്നൊന്നും ഈ അച്ഛൻ പോസ്റ്റൊന്നും ഒഴിഞ്ഞു തരാനൊന്നും പറ്റത്തില്ല. അതിനൊക്കെ തക്കതായ പ്രൂഫ് വേണം. നീ ആദ്യം പോയി തെളിവും കൊണ്ടുപോവാ, എന്നിട്ട് ബാക്കി ആലോചിക്കാം. സമ്മതിക്കില്ല. നിങ്ങൾക്ക് പ്രൂഫ് അല്ലേ വേണ്ട? തരാം. നാളെ ഈവനിങ് നിങ്ങളുടെ എല്ലാവരെയും മുന്നിൽ വെച്ച് അവൾ പറയും അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അപ്പൊ നിങ്ങൾ വിശ്വസിക്കുമല്ലോ? അവളാദ്യം പറയട്ടെ, എന്നിട്ട് ആലോചിക്കാം വിശ്വസിക്കണോ വേണ്ടയോന്നു. ശരി, നാളെ നോക്കാം. നോക്കാം. ഹായ്, മോർണിംഗ്. വാ. കാശി, ഗുഡ് മോർണിംഗ്. ഓ ലയ, ഗുഡ് മോർണിംഗ്. നീ ഇന്നലെ എപ്പോഴാ ഉറങ്ങിയേ? നീ അക്കാര്യം മിണ്ടരുത്. ഇന്നലെ സംസാരിച്ച് നിൽക്കുന്നതിന്റെ ഇടയ്ക്കല്ല നീ പോയി കിടന്ന് ഉറങ്ങിയേ. എനിക്കൊന്ന് വിഷമായെന്ന് അറിയോ? അയ്യോ പാവം, നീ കുറച്ച് വിഷമിക്കടി. ലയ വേണ്ട, നീ എന്നോട് മിണ്ടണ്ട. നോക്ക് ബേബി, ഇങ്ങനെ രാത്രി ഉറക്കൊഴിച്ചിരിക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ നോക്ക്, എന്റെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് ഒക്കെ വന്നു. ആണോ? നാളെ ഇനി നേരത്തെ കിടന്ന് ഉറങ്ങണം കേട്ടോ. വേണ്ടടി, ഉറങ്ങാണ്ട് നട്ടപ്പാതിരിക്ക് അവിടെ നിന്നിട്ട് കുത്തിരിക്കാൻ നോക്ക്. മര്യാദക്ക് കിടന്ന് ഉറങ്ങാനുള്ളതിന്. ഞാൻ ഉറങ്ങിയില്ലോ, നീയല്ലേ ഉറങ്ങാണ്ട് സംസാരിച്ചോണ്ടിരുന്നേ. അത് പിന്നെ നീ ഉറങ്ങാൻ പോവാന്ന് എന്റെ അടുത്ത് പറയാതിരുന്നിട്ടല്ലേ ഞാൻ കഥ പറഞ്ഞോണ്ടിരുന്നേ. അത് പിന്നെ ഇതിന്റെ പേരും പറഞ്ഞ് 2 ആഴ്ച മിണ്ടാണ്ടിരിക്കേണ്ടത് അറിയോ നിനക്ക്? കൂടുതൽ കൊട്ടേഷൻ വിടാതെങ്കിൽ പിന്നെ അതൊന്ന് ചെയ്യൂടിപ്പില്ല. സോറി, നീ ക്ഷമിക്കും. ഇനി ഉണ്ടാവില്ല. ഓക്കെ, ഇത്തവണ സാരമില്ല. കളഞ്ഞു. ഏയ് നോക്ക്, അമ്മ ഒരു സാധനം തന്നു വിട്ടിട്ടുണ്ട്. സാധനോ? എന്താ? ഏയ് നിങ്ങൾക്കൊന്നുമില്ല, ഇത് കാശിക്ക് സ്പെഷ്യലാ. എവിടെ നോക്കട്ടെ? നോക്ക്, ഗുലാബ് ജാമുൻ. വാവ്, ലവ് യുടാ. ലവ് യു ടു ബേബി. ലവ് യു ടു ബേബി. കാശി, ഇതൂടെ കഴിക്കേ. കൊള്ളാമോ? ഇത് എന്താ ഇത്? ഞാൻ വെറുതെ പറഞ്ഞതാ, അമ്മ എല്ലാവർക്കും തന്നയച്ചിട്ടുണ്ട്. അങ്ങനെ പറ, ഇല്ലെങ്കി ഇപ്പൊ ഇവിടെ കൊല നടന്നേനെ. അതെനിക്കറിയാം. എന്നാലും ലയ, നിനക്ക് കുറച്ചുകൂടെ കൊണ്ടുവരായിരുന്നില്ലേ? ഇതിപ്പോ തികഞ്ഞൂല്ല. ഇത് തീർന്നില്ലേ? നിനക്കുള്ള നല്ല അസല് ഗുലാബ് ജാമുൻ ഓൺ ദ വേയാ. മോനൊന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ തരാട്ടാ. എന്താണ് നീ വല്ലതും പറഞ്ഞോ? ഓ ഇല്ല ഏട്ടായി,
ഏട്ടായിക്ക് സന്തോഷമായത് കണ്ടിട്ട് എനിക്കങ്ങ് വല്ലാണ്ട് സന്തോഷമെന്ന് പറഞ്ഞതാ. മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞെന്നേ. ഓ അങ്ങനെ. ഈ ഇന്നലെ അവള് ഞങ്ങളെ മുന്നിൽ വെച്ച് നിന്നെ പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞത്. അതേലോ, ഇന്ന് സൺഡേ അല്ലേ. ഡാ, നീ എന്തീ നോക്കി നിൽക്കണേ? വേഗം റെഡി ആവോ, പോണ്ടേ? ഞാനൊന്നുമില്ല, നിങ്ങൾ വിട്ടോ. അതെങ്ങനെ ശരിയാവും? നിനക്കല്ലേ തെളിവ് വേണ്ടേ? അത് പിന്നെ ഒന്ന് ഇങ്ങോട്ട് പണയണ്ട, ഈ പോയി റെഡി ആവും. അവരവിടെ വെയിറ്റ് ചെയ്ത് മടുത്ത് കാണും. എടാ, അവരെത്തിയില്ലേ? ഇല്ലടാ, അവരെത്തുന്നേ ഉള്ളൂ. കുറച്ച് ലേറ്റ് ആയി. സാരില്ല. അവര് 3 പേരും എത്തിയല്ലോ. നിങ്ങള് ഒരുപാട് കാത്തിരുന്ന് മുഷിഞ്ഞ. ഓ, ഇതൊക്കെ ഒരു കാത്തിരിപ്പാണോ എന്റെ ലയ? ഞാൻ കേൾക്കാൻ പോണ കാര്യം അത് പിന്നല്ലയ്യ, ഇതൊരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആയിട്ട് കൂട്ടിക്കോ. എനിക്ക് നാണൊക്കെ വരുന്നുണ്ട്. എനിക്കും. നമ്മുടെ സിഗ്മയ്ക്ക് നാണോ? അത് പിന്നെ എന്റെ ലൈഫില് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ പബ്ലിക് ആയിട്ട് ഒരാൾ എന്റെ അടുത്ത് പ്രപ്പോസ് ചെയ്യാൻ വരുന്നേ. അതിൻ്റെതായിട്ടുള്ള നെർവസ്നെസ് എനിക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ ശരി, തുടങ്ങിക്കോ. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് ആക്ഷൻ. നീ നൂറിന്റെ കളിക്കാണ്ട വേഗം തുടങ്ങി എന്റെ മോളെ, കേൾക്കാൻ കൊതിയാവുന്നു. ഓക്കെ. ഏയ് നിക്ക് മോനെ വിക്കി, നീ ഇങ്ങോട്ട് മാറി നിക്ക്. നിനക്കല്ലേ ഡൗട്ട്? വാ, കേറി നിക്കങ്ങോട്ട്. ഇങ്ങോട്ട് കേറി നിക്കന്റെ അളിയ. ദമ്മച്ചമാരെ, നിങ്ങളോടാ. ഇവൻ ഓടുകയാണെങ്കിൽ പിടിച്ചോണം. അത് ഞങ്ങൾ ഏറ്റു. അവന്റെ 2 കണ്ണുകൊണ്ട് തന്നെ കാണുന്നത്. ഓ കൊച്ചു കള്ളൻ, ഇന്നു മുതൽ അവള് നിന്റെ പെങ്ങളാവൂല്ലേ ഒഫീഷ്യലി. എടാ, അവന് കെട്ടാനുള്ള രാഖി ഞാൻ സ്പോൺസർ ചെയ്യാട്ടോ. ഡൺ. ഓക്കെ, അപ്പൊ എങ്ങനെയാ തുടങ്ങല്ലേ? ക്ലാപ്പ് ചെയ്യണോ? ഏയ്, അതൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട്. ഓക്കെ ഓക്കെ. ബേബി, അതായത് നീ എന്നെ എന്ന് മുതലാ ശ്രദ്ധിച്ചെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ നിന്നെ കണ്ടത് മുതൽ കയറിക്കൂടിയതാണ് എൻ്റെ മനസ്സിൽ. എപ്പോഴൊക്കെയോ ആ ഫീലിങ്സ് തിരിച്ചുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം പിന്നെ എനിക്കൊരു ധൈര്യമായിരുന്നു. മനസ്സിൽ മുട്ടിട്ട് പോയിട്ട് ആ തൈ വെള്ളമൊഴിച്ച് നനച്ച് ഇത്രയും വളർന്ന് പന്തലിച്ച് ഇവിടെ എത്തി നിൽക്കുക. അതിൽ അറിയാതെ പോലും ആരുടെയും കൈ വീഴരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലൈഫ് ലോങ് എനിക്ക് ഇതുപോലെ എന്നും വേണോ എനിക്ക് തന്നെ? നീ ഓക്കെ ആണോ? ആണോ മിസ്റ്റർ വികാസ് ചാണ്ടി? അല്ല, ഞാൻ ചോദിക്കായിരുന്നു, കൂടെ പോരാൻ ഞാൻ റെഡിയാണെങ്കിൽ കിട്ടിക്കൂടെ കൊണ്ടുപോവോ അങ്ങ് കാഞ്ഞിരപ്പള്ളിയിലോട്ട്?
എന്താ? എടാ കൊരങ്ക, അവളെ കെട്ടാൻ നിനക്ക് സമ്മതാണോന്ന്? ആണോ? ഹേ? ആ, ആ, സമ്മത. ആ, അങ്ങനെ നിങ്ങളുടെ മനസ്സമ്മതവും കഴിഞ്ഞ് ദാ കൈ വെച്ചോ. ഇനി ഇവള് നിനക്കുള്ളതാ. ഹേ? എന്താണ് മിസ്റ്റർ ജാതക്കാരൻ, വിശ്വാസായില്ലേ? വിശ്വസിക്കാൻ കുറച്ച് പാടൊക്കെ കാണും, പക്ഷേ വിശ്വസിച്ചേ പറ്റൂ. കാരണം ഇത് ഇന്നും നിലയും തുടങ്ങിയതല്ല, ദിവസം കുറച്ചായി. നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് ഫസ്റ്റ് ഡേ? അന്ന് തുടങ്ങിയതാ. ഇങ്ങനെ ഷോക്കായി നിക്കണ്ട, ഞാൻ അന്ന് തന്നെ പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ എന്താന്നറിയില്ല, ചേട്ടനന്ന് ഒടുക്കത്തെ ജാടയില്ലായിരുന്നു. അപ്പൊ പിന്നെ കരുതി കുറച്ച് വെള്ളം കുടിപ്പിക്കാന്ന്. കുടിച്ചല്ലോ, വെള്ളം കുടിക്കായിരുന്നല്ലോ ഇത്രയും ദിവസം. അതെ, അവന് വെള്ളം കുടിച്ച് വയറ് നിറഞ്ഞു കാണുമ്പോ. എടാ മതിയടാ, ഇനിയെങ്കിലും അവന് റെസ്റ്റ് കൊടുക്കണം അല്ലടാ? ഓ, ഇനി എങ്ങനെയാണ് റെസ്റ്റ് എടുക്കാൻ പറ്റും? ഇനിയാണ് പണിയെടുക്കേണ്ടത്. ഉത്തരവാദിത്തമുള്ള കാമുകൻ അല്ലേടാ? ഹോപ്പ്. ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് തുറന്നു പറയാനുള്ള മിനിമം ഗട്ട്സെങ്കിലും കാണിക്കണ്ടേ? അതെ, കാണിക്കണ്ടേ മിസ്റ്റർ? കള്ള നസ്രാൻ. എന്നാലും നീ ഹോ, വായ തുറന്നല്ലോ. കാണും. ഞാനെങ്ങനെ അറിഞ്ഞു എന്ന് ഡൗട്ട് കാണും. കാരണം അവൾ എന്റെ അടുത്താണല്ലോ ആദ്യം വന്ന് പറഞ്ഞത്. അയ്യോ, നീ ഇങ്ങനെ നോക്കണ്ട, നിന്നെ ഇഷ്ടാണെന്നാ എന്റെ അടുത്ത് അവൾ വന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ ഒരുപാട് പെൺകുട്ടികളെ വെള്ളം കുടിപ്പിച്ച നമ്മുടെ മിസ്റ്റർ വികാസ് ചാണ്ടി ഒന്ന് ഒതുങ്ങിക്കാണാൻ ആരായാലും ഒന്ന് ആഗ്രഹിക്കില്ലേ? ഓ അങ്ങനെ. അതെ. എന്തായാലും ഇനി കൃഷ്ണനും ക്രിസ്തുവിനും ഒന്നിച്ചൊരേ റൂമിലിരുന്ന് സല്ലപിക്കാലോ. അതെന്താ, അവരുടെ കൊളാബ് വല്ലതുണ്ടോ? അതല്ലട മണ്ട, അവരുടെ ഇന്റർകാസ്റ്റ് അല്ലേ, അതുകൊണ്ടാ. ഓ ഓ ഓ ഓ. എടാ നോക്ക്, ദേ ആ പെൺകുട്ടി ഏത് കോളേജാണെന്നറിയോ? എന്റെ പൊന്നളിയ, ആളെ വിട്. ഞാൻ ഇതോടുകൂടി ഈ പരിപാടി നിർത്തി. എടാ എന്നാലൂടാ. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാം, അവനവനുള്ള അത്താഴം അവനവൻ തന്നെ കണ്ടെത്തിക്കോണം, കേട്ടല്ലോ? ആരും എന്റെ പുറകെ വന്നേക്കരുത്. പാവന്മാർക്ക് പ്രണയം വിദ്വാനുഭൂഷണം. ആഹാ. അതാരാ? ഹമ്പോ, കയ്യിൽ ആയുധമൊക്കെ ഉണ്ടല്ലോ. ഇനി ജാക്കി ചാന്റെ പെങ്ങളുമല്ലോ ആണോ? ജാക്കിച്ചായന്റെ അല്ല പെങ്ങള്, എന്റെയാ. അതെനിക്കുള്ള പണിയല്ലേ കർത്താവേ. എടാ വിക്കി, അത് പിന്നെ സോറി അളിയ, ഒരു ചെറിയ കയ്യബദ്ധം. ഞാൻ നിന്നെ ചെറുതായിട്ടൊന്ന് തെറ്റിദ്ധരിച്ചപ്പോ പറ്റിപ്പോയതാ. പക്ഷെ നീ പേടിക്കണ്ട, അതിനവൾ ഇങ്ങോട്ടേക്കാണ് ഇങ്ങോട്ടേക്കാ. കാശി, ഓടാൻ നോക്കണ്ട, ഓടി ഞാൻ ഓടിച്ചിടിക്കും. നിനക്കുള്ള ഞാൻ വന്നിട്ട് തരാടാ വധൂരി. Run. നിന്നെ ഹായ് ചേട്ടന്മാരെ, നിക്കാൻ സമയമില്ല, ഞാനേ പോയി വന്നിട്ട് പരിചയപ്പെടാട്ടാ. എന്നാലും ഫേസ് കട്ട് അത് എന്റെ പരട്ടയായ ഇരട്ട. അല്ല, അതും ഇതും തമ്മിൽ എന്താ കണക്ഷൻ? അത് പറഞ്ഞാ ഇപ്പോഴങ്ങനെ തീരൂല, 5-8 വർഷത്തെ കഥയുണ്ടേ. ഓ, നിങ്ങള് കുടുംബത്തോടെ കുഞ്ഞുഞ്ഞി സൈറ്റ് എടുത്തേക്കാണല്ലേ? ഹേയ്, അവളതിൽ പെടൂല. അവളെ ഏകപത്നി വൃതനായ ശ്രീരാമനാ. ശ്രീരാമനോ? അവളാ? എന്നിട്ട് കണ്ടിട്ട് തോന്നണില്ലല്ലോ. ആ, അത് തന്നെ, വില്ലൊന്നും ഇല്ലല്ലോ. പോരാത്തതിന് വേറെ പലതും ഉണ്ട്.
അബി അതിന് ഞാൻ മുടിയാടാ ഉദ്ദേശിച്ചത്, സത്യം. അതായ നിനക്കൊള്ളാം. എന്നാലും ശ്രീരാമൻ. അത് ശ്രീരാമി, ഫീമെയിൽ വെർഷൻ. ആ ഇപ്പൊ കറക്റ്റാ. അതെ കറക്റ്റാ. ഇല്ലെങ്കിൽ ഞങ്ങൾ വിചാരിക്കില്ല നീ കള്ളം പറയാന്ന്. ആന്ന്. എന്നാലും പാവം അവൻ. എന്റെ കർത്താവേ, ഞാനൊരു 5-8 മെഴുകുതിരി എക്സ്ട്രാ കത്തിച്ചേക്കാവേ, അവനെ ഒന്ന് കാത്തോടെ. ആമീൻ.